ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിസൈൻ ആൻഡ് ഡെക്കർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റീസൈക്ലിംഗ് ആണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ മിററാണ്. അപ്പോൾ അതിൻ്റെ ബോർഡറെല്ലാം തുരുമ്പ് പിടിച്ച് ആകെ നശിച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് റീസൈക്കിൾ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ട മെയിനായിട്ടുള്ള ഐറ്റംസ് ഇങ്ങനത്തെ കളർ നൂലുകളാണ്, പിന്നെ ഒരു കാർഡ്ബോർഡുമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിൻ്റെ ആ ഒരു നശിച്ച ബോർഡറൊക്കെ എടുത്ത് മാറ്റുകയാണ്. പിന്നെ ഞാനതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു. പിന്നെ അതിന്മേൽ ഓൾറെഡി അതിൻ്റെ ഒരു ബാക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ അതിന്മേൽ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിന്മേൽ ഇത് ഫിക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് അത് അതിന്മേൽ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് അത് ഞാനതിമേ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ട നൂലില്ലേ, അതായത് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ചാക്കുന്നൂലാണ്. ആ നൂല് നമ്മൾ മെടഞ്ഞെടുക്കുക, 3 നൂലെടുത്തിട്ട് മെടഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ കണ്ണാടിക്ക് ചുറ്റും ബോർഡറായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഒരു ഗം എടുത്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തോരം ക്ലീൻ ചെയ്തിട്ടും ആ ഒരു തുരുമ്പ് പിടിച്ച ഇത് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ മുതൽ ബോർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അത് പുറത്തേക്ക് കാണില്ലല്ലോ. അപ്പോൾ നമ്മൾ പതിയെ അത് കോർണറൊക്കെ ശരിയാക്കിയിട്ട് നമ്മൾ ആ മെടഞ്ഞെടുത്തേക്കണ നൂല് അതിന്മേൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ നമ്മുടെ ആ ഒരു ബോർഡർ, ഈ ഒരു ചാക്കുന്നൂല് കൊണ്ടുള്ള ബോർഡർ നമ്മൾ ഏകദേശം കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ കണ്ട കളർ നൂലുകൾ കൊണ്ട് നമ്മളിങ്ങനെ പോം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നേരത്തെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രീം ക്യാച്ചറിൻ്റെ വീഡിയോ ഉണ്ട്, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണാം. അപ്പോൾ നമ്മൾ ഈ പോം ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ 3 കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, പർപ്പിളും ഗ്രീനും അതുപോലെ തന്നെ പിങ്കും. അപ്പോൾ ഈ 3 കളറും കൂടി ഇങ്ങനെ ഇടവിട്ടാണ് കൊടുക്കുന്നത്. പോം നമ്മൾ ഈ നേരത്തെ ഉപയോഗിച്ച ഗം ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് അതിമ ഒട്ടിക്കുക. അപ്പോൾ ഓരോന്നും ഇടവിട്ട് നമ്മൾ അത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ഇതിൻ്റെ ചുറ്റിലും തന്നെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഇതേപോലെ കിടക്കുന്ന നമ്മുടെ പഴയ കണ്ണാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ നല്ല ഭംഗിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.